എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഈസി ക്യാബേജ് കൂട്ടാണ്. ക്യാബേജ് തോരനാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുക. അതായത് ഞാൻ ഇതിനു മുന്നേ കൂട്ട് വേറെ തരത്തിൽ വറുത്തരച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ സാധാ സിമ്പിൾ ഒരു ക്യാബേജ് കൂട്ട് ചെയ്ത് നോക്കാം. ക്യാബേജ് ഒരു ചെറിയ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്താ പറയാ, ഉടഞ്ഞു പോവാണ്ട് ഇങ്ങനെ ഞെക്കിയാൽ വേവണം, അത്രേ ആവാൻ പാടുള്ളൂ. പിന്നെ മസാലയ്ക്ക് നാളികേരം, പച്ചമുളക്, ജീരകം. ഇത് വെണ്ണ പോലെ അരയ്ക്കാം, കുറച്ചിങ്ങനെ തരിതരിയായിട്ടും അരയ്ക്കാം. അവിയലിനേലും കുറച്ചും കൂടെ അരയണം. എന്നാൽ നമ്മൾ മോര് കൂട്ടാനൊക്കെ അരയ്ക്കണം, മരി അരയണ്ട. അപ്പൊ അതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഉരുളിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകാണ് പ്രധാനമായിട്ട് ചേർക്കണം. അപ്പൊ ഞാൻ 3 എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കടുക് ചേർക്കാം, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ സവാള, ഒരു നുള്ളു കായം ചേർക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ക്യാബേജ് ചേർക്കാം, നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അതെ, ആവശ്യത്തിനുള്ള ഉപ്പ് കടലയും നാളികേരവും ഒക്കെ ചേരാനുള്ള പാകത്തിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് വേവിച്ചത് ചേർക്കാം. അപ്പം അരച്ച് കഴിഞ്ഞു. നമ്മളതാ എല്ലാം വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചത് അതിൽ ചേർക്കാം. വെണ്ണ പോലെയും അല്ല, എന്നാൽ തരുതരൊന്നും അല്ല. അതെ, ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഒന്ന് തിളച്ചോ. തിളയ്ക്കാൻ മീൻസ് വെട്ടി തിളക്കേണ്ടൊന്നും കാര്യമില്ല. ഒന്നിങ്ങനെ പത പോലെ ഒന്നിങ്ങനെ ചൂടായി നല്ല പോലെ ഒന്നായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചിലർക്ക് പരിപ്പ് നല്ല പോലെ ഉടഞ്ഞ് വേവണമായിരിക്കും ഇഷ്ടം, അതിൽ വിരോധമില്ല. പക്ഷെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇത് ഞങ്ങൾക്ക് ഡയറ്റുകാർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അല്ല മിതോ? യെസ്. ക്യാബേജും പരിപ്പും കഴിക്കാം. അപ്പോൾ കടല കഴിക്കാം, പരിപ്പ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുറച്ച് അവിയൽ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ, ഇതുണ്ട്, യോഗേർട്ട് ഉണ്ട്. അത്രേ ഉള്ളൂ. ഇന്ന് സാലഡ് ഇല്ല. അതിന് പകരം ഇന്ന് ഇങ്ങനെയാണ്. കുഞ്ഞു തളയൊക്കെ വരുന്നുണ്ട്. ക്യാബേജ് കൂട്ട് റെഡി. അതെ, സിമ്പിൾ ക്യാബേജ് കൂട്ട് റെഡി. അപ്പം ഒന്ന് ട്രൈ നോക്കും. നല്ല തൈര് കൂട്ടി ഉണ്ട്. അപ്പൊ എന്തായാലും സദ്യയുടെ ബാക്കി പുളിയഞ്ചി, നാരങ്ങാക്കറി, മാങ്ങാക്കറിയൊക്കെ എല്ലാ വീട്ടിലുണ്ടാവും. അപ്പൊ അതന്നെ നല്ല കോമ്പിനേഷനാണ്. നല്ല രസത്തിന്റെ കൂടെ കഴിക്കാം, നല്ല സാമ്പാറിന്റെ കൂടെ കഴിക്കാം, ഒക്കെ ഇത് കോമ്പിനേഷൻ നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് വെറുതെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അതിന് കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റും, പുട്ടിനും കഴിക്കാൻ പറ്റും, എല്ലാത്തിന്റെ കൂടെ മാച്ച് ആവുമല്ലോ. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.